താരസദ്യ പവേർഡ് ബൈ മിൽട്ടൺ, ഒരു പുതുമയുള്ള ചിന്ത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരസദ്യയിലെ അതിഥി എന്ന് പറയുന്നത് നമുക്ക് താരസദ്യയിൽ നേരത്തെ വന്ന ഒരു അതിഥി തന്നെയാണ്, പക്ഷേ പുതിയൊരു വിഭവമായിട്ടാണ് കക്ഷിയിൽ നിന്ന് വരവ്. അപ്പോൾ നമുക്ക് അതിഥിനെ പരിചയപ്പെടാം. ശ്രുതി ബാല നേരത്തെ നമ്മുടെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇന്ന് എന്ത് ഡിഷുമായിട്ടാണ് വരവ്? ഇന്ന് നമ്മള് പരിപ്പ് വാഴക്കാത്തൊലി തോരൻ, ഒരു തോരനാണ്. അടിപൊളി, വലിയൊരു പേരാണല്ലോ. അതെ അതെ. അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഷോ കാരണം രണ്ടാമതൊന്നും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. പുതിയൊരു ഡിഷ്, ഭയങ്കര കുക്കിംഗ്. അതെ. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് അടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ എല്ലാരും ചോദിക്കും അതെ പുതിയതുണ്ടാക്ക്. അപ്പൊ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ഇതിന്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്? തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുക്, വാഴക്കാത്തൊലി, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വറ്റൽമുളക്, എണ്ണ, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ശരിക്കും കുറച്ച് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. നേരത്തെ ഡിഷ് പോലെ അല്ലല്ല, ഇത് കുറച്ച് വേഗം ഉണ്ടാക്കാല്ലേ. നമുക്ക് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പാനിൽ നമ്മുടെ വാഴക്കാത്തൊലി അത് ഇട്ടിട്ടൊന്ന് വേവിക്കണം. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്ത് ഈ വാഴക്കത്തൊലി നമ്മൾ പഴമൊക്കെ കഴിച്ചിട്ട് വാഴ തൊലി എടുത്ത് കളയല്ലേ ചെയ്യുന്നത്? അതെ, സാധാരണ നമ്മൾ ഇത് ശരിക്കും ഏത്തക്ക നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കാൻ ഉപയോഗിക്കുന്ന. അപ്പോൾ സാധാരണ നമ്മൾ അതിൻ്റെ തൊലി കളയാണ്, പക്ഷേ ഭയങ്കര ഗുണമുള്ള റിച്ച് പ്രോട്ടീൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ തൊലി. നമ്മളെല്ലാം സാധാരണ കളയുവാണ്. അപ്പം അത് വെച്ചിട്ടൊരു തോരൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പം തൊലിയിലും ഉണ്ട് പലതും. അതെ. അപ്പം ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഓക്കെ, സ്റ്റൗ കത്തിക്കുക. വെള്ളം വേണ്ടേ? വെള്ളം അല്ല, ആദ്യം നമുക്ക് ഇതിടാം. വാഴക്കാത്തൊലി ഇടാം. എന്തോരം വേണം? കുറച്ച്, നമുക്ക് ആവശ്യത്തിന്. ഇപ്പം നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ ഇവിടെ. ഇപ്പൊ ഒന്നുമില്ല, ഇനി ഇതൊന്ന് വെന്ത് വരണം അല്ലേ? നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. എന്തുകൊണ്ട്? ഈ വാഴയില വെച്ചിട്ട് അടച്ചു കൊണ്ടോ? യെസ്. പാനും അതിന്റെ മുകളിൽ കൂടെ വാഴയിലയോ? അതെ, ഇതിപ്പം നമുക്ക് ഇത് ട്രഡീഷണൽ സ്റ്റൈല്, നാടൻ സ്റ്റൈലിലുള്ളവർക്കും കഴിക്കാം, മോഡേൺ സ്റ്റൈലിലുള്ളവർക്കും കഴിക്കാം. പാത്രത്തിൽ തന്നെ ഇരിക്കുന്നു, വെറുതെ കാണിക്കാൻ ഒരു ഷോ. പണ്ടൊക്കെ ഇങ്ങനൊക്കെ തന്നെ മൂടിയിരുന്നേ. അതെ അതെ, പണ്ട് ഇങ്ങനെ തന്നെ മൂടിയിരുന്നു. അപ്പൊ നമുക്ക് പുതിയതിലേക്ക് വരാം. അതെ. അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പറ. പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുന്നേ പോയൊരു കല്യാണമൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ പുതിയൊരു മെമ്പർ കൂടെ ഉണ്ട് ഈ ഓണത്തിന്. അല്ല, അതെന്താ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാഞ്ഞേ? അത് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന രീതിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ, അച്ഛൻ, ചേട്ടൻ അങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു പോയി. അതൊന്നും അല്ല സത്യം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്താടി എന്നെ കുറിച്ച് പറയാൻ? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ പറയാത്തോണ്ട് ഹസ്ബൻഡ് അടുത്ത എപ്പിസോഡ് മര്യാദയ്ക്ക് നീ പറഞ്ഞേക്കണം പറഞ്ഞിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ഇപ്പൊ ഒരു മാസമല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി പറയുന്ന ആ ഒരു ഫ്ലോ. അതെ, അടിപൊളി. അപ്പൊ എങ്ങനെയാ, ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? അവരുടെ വീട്ടില് അമ്മ, അച്ഛൻ, അമ്മൂമ്മയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ദുബായിൽ വർക്ക് ചെയ്യാം. അതിന് മുമ്പ് പേര് ചോദിച്ചില്ല ഹസ്ബൻഡ്? പേര് പ്രവീൺ. ഓക്കെ. അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ടൂറൊക്കെ പോയോ? ഞങ്ങൾ ദുബായിൽ പോയി 2 പ്രാവശ്യം, പിന്നെ ശ്രീലങ്ക, കൊളംബോ, അങ്ങനെ ചുമ്മാ കറങ്ങാൻ. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ വെഡിങ് കഴിഞ്ഞിട്ട് ഷൂട്ടൊക്കെ ദുബായിലായിരുന്നു. അപ്പൊ അങ്ങനെ പോയി. അങ്ങനെ അതിന്റെ പേരില് ഹണിമൂൺ എന്നുള്ള പേരില് അതും കൂടെ ഷൂട്ടും കഴിച്ച് വന്നു അല്ലേ? അതെ. ഞാൻ ചോദിക്കാൻ പറഞ്ഞു, എങ്ങനെ ഈ ടൂറൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ടൂർ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? യാത്ര ചെയ്യാൻ ചിലർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടച്ചു മൂടിയിരിക്കാൻ എനിക്ക് യാത്ര. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടം. അമ്മയ്ക്ക് യാത്ര പോകാൻ അധികം ഇത്ര ഇഷ്ടമൊന്നുമല്ല. ഞങ്ങള് മിക്കപ്പോഴും ടൂറാ, ഫാമിലി ടൂർ എപ്പോഴും കാണും. അതെ, ഫാമിലി ടൂറായിട്ട് ഇങ്ങനെ ടൂർ പോകാനൊക്കെ ഇഷ്ടമാണ്. നീല എങ്ങോട്ട് ഏത് സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടം? ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ കാടുകൾ സഞ്ചരിക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റി അങ്ങനത്തെ. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടം?
അങ്ങനെ കാടുകൾ അങ്ങനെ ഒന്നുമില്ല. ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ ഇരിക്കും അത്. ഈ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ? ഞങ്ങള് ട്രക്കിംഗ് പോയിട്ടുണ്ട്, ഗവിയിലൊക്കെ പോയപ്പം. അതെ, പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇഷ്ടമാണല്ലേ? യാത്രയോട് പൊതുവെ താല്പര്യമാണ്. അപ്പൊ ഹസ്ബൻഡിനാണല്ലോ അത്. അതേന്ന് തോന്നുന്നു. ആയിരിക്കും. ചോദിച്ചില്ല, അതൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ല. അതിന് മുമ്പ് പോയി. ഹസ്ബൻഡ് ഇപ്പോ എവിടെയാ? വെളിയിലാ? ദുബായിലാണല്ലേ. അപ്പം ഇത് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് ഈ പരിപ്പ്, ഈ തോരപ്പരിപ്പ് നമ്മളിത് വേവിച്ചു വെച്ചതാണ്. അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്യാം. എന്നുവെച്ചാൽ പരിപ്പ് വേവിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണല്ലേ. നമ്മളിപ്പോൾ പരിപ്പിട്ടു. ഇനിയും നമ്മളിത് തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. നമ്മൾ നേരത്തെ ആക്കി വെച്ചേക്കുക. നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണല്ലേ. നമ്മള് അരപ്പിട്ടു ചേർത്തു. അതായത് തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളി. ഇനി നമ്മളൊരു കുറച്ച് മഞ്ഞപ്പൊടി, ഒരു പേരിന് കുറച്ച് മതി, ഇച്ചിരി കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. പിന്നെ ഉപ്പ് ആഡ് ചെയ്യണോ? വേണ്ട, ഉപ്പ് നമ്മൾ ആദ്യം ആഡ് ചെയ്തു. പിന്നെ പരിപ്പ് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഇതിപ്പോ ഇളക്കണ്ട. ഇത് ഇളക്കണ്ട. ഇതൊന്ന് അടച്ചു വെച്ചതൊന്ന് ഒന്നൊന്ന് വേഗണം, എന്നിട്ട് ഇളക്കാല്ലേ. അപ്പോൾ ചേച്ചി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയാമോ? പറയാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് വാഴത്തൊലി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച തോരപ്പരിപ്പ് അത് ഇതിലോട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ തേങ്ങായും പച്ചമുളകും എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ മിക്സിയിലൊന്ന് അരച്ചത് അത് ഇതിലോട്ട് ആഡ് ചെയ്തു. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് എത്ര നേരം പിടിക്കും ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ? ഒരു കുറച്ച് നേരം മതി, ഒരു 5 മിനിറ്റോ അത്രയൊക്കെ മതിയല്ലേ. ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ. തീ കുറച്ചിട്ടാണ്. കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാ? ഹെൽത്തി ഡിഷ് തന്നെയല്ല? ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി ഡിഷ്. അതായത് ഇതിന്റെ ഈ തൊലിക്ക് ഭയങ്കര, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഭയങ്കര ഗുണമുണ്ട്. ഫൈബർ റിച്ച് ആണ് ഇത്. അപ്പൊ നമ്മൾ ഈ കളയുന്ന സാധനത്തിനൊക്കെയാണ് വെയിറ്റും കൂടുതലുള്ളത്. ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാണ്. അതൊക്കെ വെച്ച് നമുക്ക് കറി, വയറിനൊക്കെ നല്ലതാണ് ഇത് കറി അല്ലേ. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെ ആവട്ടെ. ഓക്കെ. അപ്പോൾ ഇതൊരു നാടൻ ഡിഷും കൂടിയാണല്ലേ? അതെ, നാടൻ ഡിഷാണ്. ശരിക്കും പറഞ്ഞാൽ നാടൻ കായ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതായത് കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഈ നമ്മുടെ ഈ വാഴയുടെ ഉണ്ടല്ലോ, വാഴപ്പിണ്ടി യൂസ് ചെയ്യും, പിന്നെ വാഴ കൂമ്പ് യൂസ് ചെയ്യും, പിന്നെ പഴം, പിന്നെ അതിൻ്റെ ഇല, വാഴ മൊത്തത്തിൽ അങ്ങനെ യൂസ് ചെയ്യും. പക്ഷേ അല്ല, അതിൻ്റെ തൊലി യൂസ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കുന്നത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. അതാണ്. അപ്പോൾ അതാണ് ഈ ഡിഷിൻ്റെ പ്രത്യേകത. തുറന്നു നോക്കാവേ. ഇത് നമ്മളിത് അടച്ചു വെക്കുമ്പോഴത്തേനും ഈ മഞ്ഞൾപ്പൊടിയും മുളകും നമ്മൾ അരപ്പ് ചേർത്തല്ലോ, എല്ലാം കൂടെ ഒന്ന് മിക്സായി അതിലൊന്ന് പിടിക്കണം. അതിനെ നമ്മൾ അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാം. അപ്പൊ ഇതെല്ലാം പിടിച്ചിട്ടുണ്ടോ? ഈ മുളകും ഇപ്പൊ ഏകദേശം എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടൊരു കുറച്ച് നേരം ഒന്ന്. അപ്പൊ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റണോ? ഇല്ല, മാറ്റാറായിട്ടില്ല. ഇല്ലല്ലേ. ഈ പച്ചക്കായൊക്കെ കഴിച്ചു കഴിയുമ്പോഴല്ലേ ഒരു കറയുടെ ചൊവയൊക്കെ തോന്നത്തില്ല. അപ്പൊ നമ്മളിത് അതിങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ചൊവ തോന്നുന്നു. ഇല്ല, ഇതിലിപ്പോ തോന്നാത്ത കാര്യം നമ്മൾ ആദ്യം അതിനാണ് ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിട്ടൊന്ന് വേവിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു കറയെല്ലാം അങ്ങ് പോകും, ചൊവ പോവും. കറയുടെ ചൊവ മുഴുവൻ പോവും അല്ലേ. ഇതിപ്പം ഏകദേശം ഒന്നായി, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ ചേച്ചി, ഇതാ നമ്മുടെ മിൽട്ടന്റെ കാസറോൾ ഉണ്ട്, നമുക്ക് അതിലേക്ക് മാറ്റാം. ഓക്കെ. എന്താ ചെയ്യാനുള്ള സ്റ്റെപ്പ് അടുത്തത്? ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിനുള്ള ഇത് നമുക്ക് മാറ്റി ഇതോട്ട് ഇരുന്നോട്ടെ. നമ്മൾ ഈ പാൻ എടുക്കുക, കടുക് പൊട്ടിക്കാൻ. ഇതിൽ എണ്ണ ഒഴിക്കണം നമുക്ക്. കുറച്ചുകൂടെ മതി. എണ്ണ ചൂടാവണം.
കടുക്. അപ്പം ഇനിയിപ്പം എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് കടുകിടാം. കടുകിടാം. അത് അതിലേക്ക് ചേർക്കണം. നമ്മുടെ ഡിഷിലേക്ക് നമ്മുടെ തോരൻ്റെ മുകളിലേക്ക് ഇടണം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാവും. അപ്പം എണ്ണ ചൂടായോ? വരുന്നു. ഇടാം അല്ലേ? ഇടാം. കുറച്ച് കടുക്, കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പ്. ഇതെന്തോരം ടീസ്പൂൺ വേണം? കുറച്ച് മതി, ഒരു സ്പൂൺ മതി. ഇത് ഈ ഉഴുന്ന് പരിപ്പ് ഇട്ട് വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്താ? ഇത് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടാം. ആ കൂട്ടത്തിൽ നമുക്കൊരു 2-3 പച്ചമുളക് ഇടാം. ഇതിലേക്ക് ഈ കരിവേപ്പില ഇടണം. ഇതൊന്ന് കുറച്ച് ഇതായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ ആഡ് ചെയ്യണോ? ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കണം. കടുക് പൊട്ടാൻ തുടങ്ങി. കരിവേപ്പില ആഡ് ചെയ്യണോ? ഇതിനകത്ത് കറിവേപ്പില ആഡ് ചെയ്യണം. അതാ എൻ്റെ വക കരിവേപ്പില. സമയത്ത് ഒരു പാത്രം കയ്യിലുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ മറച്ചു വെക്കാൻ. അല്ലെങ്കിൽ ഇത് മൊത്തം അതൊക്കെ ടിപ്സാണ്, കറി ഉണ്ടാക്കുന്ന സമയത്തുള്ള അമ്മമാർക്കുള്ള പ്രത്യേക തരമുള്ള ടിപ്പുകളാണ്. അതും ശ്രുതി ചേച്ചിയുടെ വക. അതെ, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചാലേ. നമുക്കിനി ഓഫ് ചെയ്യാം. കടുക് പൊട്ടി ഇത്രയും മൂത്താൽ മതി, ഒരുപാടായി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് ഈ തോരനിലോട്ട് നമ്മുടെ തോരൻ ഒരു കളർഫുള്ള് തോരനായിട്ടുണ്ട് ഇപ്പോൾ. അതാണ്, എല്ലാ പച്ച, ചുവപ്പ്, എല്ലാ കളറും. അപ്പം നമ്മുടെ പരിപ്പ് വാഴക്കാത്തൊലി തോരൻ റെഡിയായി. അതെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയൊരു ഡിഷ്. നല്ല പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷ് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്, ഹെൽത്തി ഡിഷ്. അപ്പോൾ ശ്രുതി ചേച്ചി എനിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സമയം. അതെ, അപ്പോൾ അതാ നമ്മുടെ ശ്രുതി ചേച്ചിയുടെ തോരൻ നമ്മുടെ മിൽട്ടൻ്റെ കാസ്ട്രോൾ സുന്ദരനായിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അത് ചൂടോടെ തോരൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഷിനേക്കാളും അടിപൊളി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊള്ളത്തില്ലായിരുന്നു. അതിനേക്കാളും അന്നത്തെ രുചിയല്ലല്ലോ ഇന്നത്തെ രുചി. ഇത് കൂടുതൽ ഫൈബറും എല്ലാം ചേർന്ന നല്ല ഹെൽത്തി ഡിഷല്ലേ. കഴിച്ചിട്ടില്ല? ഇല്ല, വാഴക്കാല ഇത് ഇങ്ങനെ ഈ ഒരു ഡിഷ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് ചേച്ചി. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഫ്ലവേഴ്സിൽ വന്ന് ഒരു പുതിയൊരു ഡിഷും കൂടെ കാണിച്ചതിന് താങ്ക്സ്. തിരുവോണം തിരുവോണം പുത്തിരുവോണം ഇന്നല്ലോ മാളോരേ പൊൻതിരുവോണം. തിരുവോണം തിരുവോണം പുത്തിരുവോണം ഇന്നല്ലോ മാളോരേ പൊൻതിരുവോണം. മാവേലിത്തമ്പ്രാൻ തൻ മാളോരെ കാണാനായി മാറ്റേഴും മോലക്കുട ചൂടി വരുന്നേ. തിരുവോണം തിരുവോണം പുത്തിരുവോണം. അപ്പോൾ ഇനിയും വരണം പുതിയൊരു ഡിഷുമായി. അപ്പം ഞാൻ ഇനിയും വരണോ? കഴിഞ്ഞില്ലേ? ഇല്ല, പുതിയ ചേച്ചിക്ക് ഇങ്ങനെയല്ലേ ഓരോ ഡിഷൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് ഒരു ഡിഷ് പഠിച്ചു, ഈ പ്രാവശ്യം 2 പഠിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര പണി കിട്ടും. എത്ര എന്നെ കൊണ്ട് ഉണ്ടാക്കി ഇപ്പൊ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കും. അപ്പൊ നമുക്ക് എത്ര കറികളും നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായിട്ട് എന്തായാലും വരണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താരസദ്യ പവേർഡ് ബൈ മിൽട്ടൺ, ഒരു പുതുമയുള്ള ചിന്ത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.